നമസ്കാരം. നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ഏതൊരു അസുഖത്തിൻ്റെ മിക്കവാറും എല്ലാത്തരം അസുഖങ്ങളുടെയും പിന്നിലുള്ള കാരണം മറ്റൊന്നല്ല. ഈ ശരീരത്തിനകത്ത് വേദനയാവട്ടെ, വാതമാവട്ടെ, ഇൻഫ്ലമേഷൻ ആവട്ടെ, അമിത വണ്ണമാവട്ടെ, അതുപോലെ പ്രമേഹമാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, ഇവയ്ക്കൊക്കെ പിന്നിൽ കളിക്കുന്ന വില്ലൻ ഒരാൾ തന്നെയാണ്. എന്താണ്? നമ്മളെ ഷുഗർ. അപ്പോൾ ഈ ഷുഗറിനെ നമ്മൾ വരുതിയിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ കേരളീയർക്ക് അങ്ങനെയുള്ളൊരു ആഹാരക്രമത്തിലേക്ക് അവരായിപ്പോയി. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഒന്ന് അതിനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ് എൻ്റെ ചിന്തകൾ എപ്പോഴും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി റെസിപ്പികളാണ് ഞാൻ ഈ 410 വീഡിയോസിൽ മിക്കവാറും എല്ലാം അങ്ങനെയുള്ളതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ കലോറിയുള്ള കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ്സ് ഉള്ളത്. ബാക്കിയൊക്കെ തന്നെയും കലോറിഫിക് വാല്യൂ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കുറച്ചുകൊണ്ടുള്ള റെസിപ്പികൾ തന്നെയാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ഞാനിത് ഈ വീഡിയോസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. കാരണം അത്രയ്ക്ക് കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രിവലൻസ് ഓഫ് ഡിസോർഡേഴ്സ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റിനെ ഒരു വില്ലനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പഴയ കാലങ്ങളിൽ വില്ലനാവേണ്ട കാര്യമില്ല. അത് എന്ന് വെച്ചാൽ അന്ന് നമ്മൾ കഴിക്കുക, പറമ്പിലിറങ്ങി പണി ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? നമ്മൾ കഴിക്കുക, വി ആർ ലീഡിങ് ആൻ അബ്സല്യൂട്ട്ലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമ്മൾ ദേഹം അനങ്ങാതുള്ള ജോലികളാണ് ചെയ്യുന്നത്, വീട്ടിലുള്ളതാണെങ്കിലും പുറത്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയും തീർച്ചയായും ഈ ഒരു ശ്രദ്ധ എപ്പോഴും കാലറിയിൽ ഒരു ശ്രദ്ധ കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളൊക്കെ തന്നെ ഈ ഫാറ്റി ലിവറും അതുപോലെ അമിതവണ്ണവും അതുപോലെ പ്രമേഹവും, ഈ ഒരു 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ക്രോണിക് ഡിസോർഡേഴ്സിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾക്ക് ഓർഗൻ ഫെയിലിയറാണ് വരുന്നത്. ഒന്ന് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം, ലിവർ ഫെയിലിയർ ഉണ്ടാവാം, ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാം. പിന്നെ എന്തിന് കൂടുതൽ പറയണ്ട, ഇതിനപ്പുറം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ, ഇവിടെയൊക്കെ തന്നെയും പ്രധാനമായിട്ട് നിൽക്കുന്നത് ബോഡിയുടെ ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ കാലറി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ അതിനെ കുറച്ചുകൊണ്ടുള്ള റെസിപ്പികളായിരിക്കും നിങ്ങൾക്കിനി എപ്പോഴും കാണാൻ പറ്റുക. അതിൽ മറ്റൊരു എക്സലൻറ്റ് റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്കാണ്. പലപ്പോഴും പല റെസിപ്പികളുടെയും ഒരു ഛായ ഇതിന് കാണുമെന്നുള്ളത് തീർച്ചയാണ്. എങ്കിൽ കൂടിയും ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ചേരുവകളെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ 1 ആയിട്ട് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ആവശ്യമായ സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയ, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് ജാക്ക് ഫ്രൂട്ട് 365. അതിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ പൗഡർ മതി. പിന്നെ അതിനോടൊപ്പം കോളിഫ്ലവർ, ഒരു 50 ഗ്രാം കോളിഫ്ലവർ അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി, ഇത് ശരിക്കൊരു 10-15 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗ്രീൻ പീസ് ഒരു 100 ഗ്രാം ഉണ്ട്. ഇത് ബോയിൽഡ് ഗ്രീൻ പീസാണ്. പിന്നെ തക്കാളി ചാറ് നന്നായിട്ടുണ്ട്, ഒരു 100 ml തക്കാളി ചാറുണ്ട്. പിന്നെ മുരിങ്ങയില ഒരു 25 ഗ്രാം, വെർജിൻ കോക്കനട്ട് ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ചേരുവകൾ. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, നെയ്യ് ഉപയോഗിക്കാം. ഇല്ല കാലറി ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കൂടുതൽ അന്നജം കഴിക്കുന്നെങ്കിലാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം വരുന്നത്. അതല്ല എങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല, നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ഉപയോഗിക്കാം. അന്നജം കൂടുതലായിട്ട് കൊടുക്കരുത് ആ കറികളിൽ അല്ലെങ്കിൽ ആ ഡിഷിൽ, അതാണ് പ്രധാനം. വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നിങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, 10 അല്ല, ഒരു
10 മിനിറ്റോളം ഒന്ന് അരിഞ്ഞ് പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ടത് ഒരു കോണ്ടാക്റ്റ് വരുമ്പോൾ ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ലിബറേറ്റ് ആവും. ആലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അലിഡിൻ ആയി മാറും. അലിഡിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഹൈ ആൻറ്റി ഓക്സിഡൻ്റാണ്. ഒത്തിരി ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കുന്നതും ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്നതും ഒക്കെ അതാണ്. ഓക്കെ, ഇനി നമുക്ക് ശരിക്ക് ആയിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. തക്കാളി ചാറ് ചേർക്കാം. പിന്നെ ഈ ചേരുവകൾ ഓരോന്നായിട്ട് ചേർക്കാം. കോളിഫ്ലവർ, ഗ്രീൻ പീസ്, മുരിങ്ങയില, പിന്നെ കുരുമുളക് പൊടി ചേർക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജാക്ക് ഫ്രൂട്ട് 365 അവസാനം ചേർത്താൽ മതി. ഇത് ഒത്തിരി ഇട്ട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് ഒരു സബ്ജിയായിട്ടും നിങ്ങൾക്കൊരു സൂപ്പായിട്ടും ഇത് കഴിക്കാം. ലേശം ഉപ്പ് ചേർക്കാം. സബ്ജിയായിട്ടാണെങ്കിൽ ഇതിൻ്റെ വെള്ളം കുറച്ചാൽ മതി തിളപ്പിച്ച്. ഇതല്ല സൂപ്പായിട്ടാണെങ്കിൽ വെള്ളം കുറയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല മണമുണ്ട് കേട്ടോ, ടേസ്റ്റും ഉണ്ടോ? കാരണം ഗ്രീൻ പീസും തക്കാളിയും ഒക്കെ തന്നെയും എക്സലൻറ്റ് ടേസ്റ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പീസ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്ത ഏകദേശം 30 ഗ്രാം ഗ്രീൻ പീസിനകത്ത് കാലറി വളരെ കുറവാണ്. ഏകദേശം 30 കാലറിക്ക് താഴെയാണ്. അതുപോലെ തക്കാളിക്കകത്തും 10-18 കാലറിയേ ഉള്ളൂ. പിന്നെ കോളിഫ്ലവറോ ഒരു 25-30 ഗ്രാം 30 കലോറിയാണ് 100 ഗ്രാമിലുള്ളത്. നമ്മളിതിനകത്ത് 50 ഗ്രാം ചേർത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇത് നോക്കുമ്പോഴത്തേക്ക് ഒരു 100-150 കാലറിക്കകത്തെ ഇതിനകത്ത് എല്ലാം കൂടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെ 100-150 തന്നെയാണ് കാലറി വരുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഹൈലി ഫില്ലിങ്ങുമാണ്. നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ സൂപ്പായിട്ടോ അതല്ലെങ്കിൽ ഉച്ചക്കലത്തെ ഒരു സബ്ജിയായിട്ടോ ഒക്കെ കഴിക്കാവുന്ന എക്സലൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഭവം കാണുന്ന അത്രയ്ക്ക് ചെറിയ ഒരു മീനല്ല. ഇത് വളരെയധികം പോഷകങ്ങളുടെ കലവറയാണ്. അതായത് പ്രോട്ടീൻ നന്നായിട്ടുണ്ട്, കാലറി കുറവാണ്, പിന്നെ നന്നായിട്ട് നാരുകളുണ്ട്, വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അതുപോലെ ഇത് ഏറ്റവും ഗുണമെന്നതിന് ഭയങ്കര രുചിയാണ് ഗ്രീൻ പീസിന്. ഇതിനകത്തൊരു നാച്ചുറൽ അജിനോമോട്ടോ ഉണ്ട് ഇതിലും, അതുപോലെ തന്നെയാണ് തക്കാളിയിലും. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ എല്ലാത്തിലും ചേർക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ മിക്കവാറും ആടെ ഈ തക്കാളി ചാറ് അതുപോലെ ഗ്രീൻ പീസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരണമല്ലോ. ടേസ്റ്റ് ആൻഡ് ഹെൽത്ത് ഷുഡ് കം ടുഗദർ. പിന്നെ മുരിങ്ങയിലയുടെ കാര്യം പറയണ്ടല്ലോ, ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ അടങ്ങിയ ഒരു നല്ല ഒരു പോഷകങ്ങളുടെ ഒരു സങ്കലനമാണ്. നിങ്ങൾക്ക് അമിതവണ്ണമാവട്ടെ ഫാറ്റി ലിവർ ആവട്ടെ, പിന്നെ ഇതിനകത്ത് നമുക്ക് ഫാറ്റി ലിവർ ചലഞ്ചിൽ ചേർത്ത ജാക്ക് ഫ്രൂട്ട് 365 ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് കൂടാനാണ്.
ഫൈബർ, സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചാൽ മാത്രമാണ് നമ്മളുടെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രോബ്ലംസിനും, ഡയബറ്റീസിനും എല്ലാത്തിനും, ഈ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനും ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അത് ഓർമ്മ വേണം. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെയുള്ള റെസിപ്പികൾ ഇടുന്നത്. അപ്പോൾ ഞാനൊന്ന് ഇത് കുടിക്കാൻ മറന്നുപോയി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടായതുകൊണ്ട് കാര്യം പറഞ്ഞിരുന്നു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ കോമ്പിനേഷൻ ആണല്ലോ. നിങ്ങൾ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഇവിടെ ഇല്ല. ഹെൽത്ത് ആൻഡ് ടേസ്റ്റ് ഷുഡ് കം ടുഗദർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. റെസ്പോൺസ് അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.